കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പുറത്താക്കിയതിന് മുൻപും ശേഷവും ഉമ്മൻചാണ്ടിയുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം ഇതാ മൂന്നാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കല്ലറയിലെത്തി അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം ആവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയേക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ രാഹുൽ ഇട്ട പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് കുറേ ആളുകൾ ഇപ്പോഴും കുരു പൊട്ടിയിട്ട് ആ ഒരു മനുഷ്യനെയും വെച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയും വെച്ചിട്ട് എന്തോ ഒരു മോശമായിട്ടാണ് ഇപ്പോഴും കമൻറ്റുകൾ ഇടുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഈ ഒരു വേളയിലെങ്കിലും ഈ മോശം കമൻറ്റുകൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെ ഒരു ഇത്രയും വലിയൊരു മനുഷ്യനെ ഒരു ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച രാഷ്ട്രീയത്തിൽ അയാളുടെ ലൈഫ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോ ഒരു മതക്കാരോ എന്നതില്ലാതെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചൊരു മനുഷ്യനാണ് അല്ലേ. അപ്പോൾ ആ മനുഷ്യനെതിരെ ഇങ്ങനെ മോശമായിട്ട് കമൻ്റ് ഇടുന്നത് ആരിട്ടാലും ആര് ഫോട്ടോ ഇട്ടാലും ആര് പോസ്റ്റ് ഇട്ടാലും ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നത് ആ മനുഷ്യനോടുള്ളൊരു അനാദരവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഇതുപോലെ മോശപ്പെട്ട കമൻറ്റുകൾ കണ്ടു. പക്ഷേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ഈ കമൻ്റ് ഇടുന്ന ആളുകളോട്. കാരണം ഇത്രയും ഒരു നല്ലൊരു മനുഷ്യൻ്റെ ജനനേതാവിൻ്റെ പോസ്റ്റിൻ്റെ ഇടുന്ന ജനനേതാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റിൻ്റെ അടിയിൽ ഇടുന്ന ഇങ്ങനെയൊക്കെ മോശപ്പെട്ട കമൻറ്റ് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, രാഹുൽ ഇവിടെ പങ്കുവച്ചേക്കുന്ന ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനരികെ ആ തണലിനരികെ. അപ്പം രാഹുൽ മാങ്കൂട്ടം ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഉമ്മൻചാണ്ടി സാറിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എത്ര ആളുകൾ ഈ ഒരു ജനനേതാവിനെ ഓർത്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൊടുത്ത് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഇനി അവിടെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഷാഫി പറമ്പിൽ, കെ.സി. വേണുഗോപാൽ, അതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ. ഓക്കെ, എന്നാലും രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എനിക്കറിയാം അതല്ലേ പോയോ അങ്ങനെ പോകാൻ ചെല്ല് സോറി ഇവിടെ ഇങ്ങോട്ട് ചെല്ലണേ, ഇവിടെ നിന്നവിടെ നിൽക്കാനേ പറ്റും. അവിടെ
ഇപ്പോഴും പുള്ളിയെ കാണുമ്പോൾ ജനങ്ങളുടെ ഒരു സ്നേഹവും പിന്തുണയും സപ്പോർട്ടൊക്കെ ഉണ്ടോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും രാഹുലിനെ പോലെ ഉള്ള ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് ഇപ്പോഴും നിൽക്കത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ വന്നിട്ടുള്ള കള്ളക്കേസുകളും പരാതികളൊക്കെ നമ്മൾ കണ്ടതാണ് സരിതയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഇവിടെ സരിതയെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടത് സരിതയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം ഞെട്ടിക്കുന്നൊരു വാർത്ത നമ്മൾ കണ്ടതാണ്. മറുനാടൻ ചാനലിലൂടെ സാജൻ സക്രിയ പുറത്തുവിട്ട ഓഡിയോ റെക്കോർഡും അതുപോലെ ആ ഒരു ന്യൂസൊക്കെ കണ്ടതാണ്. കാരണം അതിനൊക്കെ ശേഷം സരിത എസ് നായർ ഒരു 3-4 രോഗം പിടിച്ച് കിടപ്പിലായിട്ടുണ്ട്, അസുഖബാധിതയായിട്ട് ഇങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനിലാണ് എന്നൊക്കെ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇവിടെ കുറ്റപ്പെടുത്തുമല്ല. ഇപ്പം ഇതൊക്കെ ഒരു അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനെ കൊണ്ടൊരു അവസരമാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ആരുടെ ഭാഗത്തു നിന്നെങ്കിലും രാഷ്ട്രീയപരമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതിന് ഒരു ക്ഷമയെങ്കിലും ചോദിക്കണം. ആ സത്യം പുറത്ത് പറഞ്ഞ് തെറ്റ് പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആ ഒരു വ്യക്തിയോട് ഒരു ക്ഷമയെങ്കിലും ചോദിച്ചിരിക്കണമെന്നാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത്. ഇപ്പം അതുപോലെയാണ് രാഹുലിൻ്റെ ഒരു കേസിലും. പുള്ളിയെ അനാവശ്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വേട്ടയാടി പുള്ളിയെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പുറത്ത് കാണിച്ചു അല്ലേ. എന്നിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പുള്ളി പ്രവർത്തിക്കുന്നുണ്ട് എന്നോർക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു യഥാർത്ഥ ഒരു പാർട്ടിക്കാരൻ്റെ ഒരു പ്ലസ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് പ്രസ്ഥാനത്തിന് പുറത്ത് നിൽക്കത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും പുള്ളിയുടെ പേരിലുള്ള ഈ പരാതികൾ പരിശോധിച്ചിട്ട് അതിന് വേണ്ടുന്നുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് കോടതി വിധി വന്നതിന് ശേഷം ഉറപ്പായിട്ടും എടുക്കുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഉമ്മൻചാണ്ടിയെ കൊണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. ഇവിടെ കോടതിയിൽ നിന്നുള്ള വിധി, സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട് പോലും ആ വ്യക്തിയെ തിരിച്ചെടുക്കുന്നില്ല. അത് എന്ത് കാരണത്താലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഷാഫി പറമ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ ഷെയർ അതുകൊണ്ട് കണ്ടു. ഓക്കെ, ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. ഞങ്ങളൊക്കെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു. സാധാരണ ഗവൺമെന്റ് കോളേജിലെ KSU പ്രവർത്തകരായി വന്നു. അവിടുന്ന് കേരളത്തിന്റെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെന്റിലേക്കൊക്കെ ഞങ്ങളൊക്കെ എത്തിയതിന്റെ പുറകിലെ പ്രചോദനം എന്ന് പറയുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളിലെ KSUക്കാരെ കണ്ടെത്തി ഇതൊരാക്കിയതൊക്കെ ഉമ്മൻചാണ്ടി സാറുടെ പ്രസൻസാണ്. ഇപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി നീക്കിവെച്ചു. ഇപ്പോഴും ആ പേര് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിക്കുക. ഇന്നിപ്പോൾ തന്നെ അനുസ്മരണ ദിവസം നടക്കുക, അനുസ്മരണ ദിനം നടക്കുക. ഔദ്യോഗികമായ അനുസ്മരണ പരിപാടികൾക്കപ്പുറം കേരളത്തിലുടനീളം മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾ, യൂണിറ്റുകൾ, വ്യക്തികൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ വീൽ ചെയർ ആവാം, അതല്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങളാവാം. ചെറുതോ വലുതോ ആയിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഷോട്ടൻ സൂചിപ്പിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി അവനവന്റെ ആരോഗ്യം നോക്കാതെ ഓടിയ ഒരാൾ, ആ ഓട്ടത്തിന് ഇപ്പോൾ കാലശേഷവും സാധാരണക്കാരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ പേര് വരിക. ആ പേര് അത് നമുക്ക് ഒരു കൂടെ ഇല്ല എന്നുള്ള ശൂന്യത ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. കാലശേഷവും ഉമ്മൻചാണ്ടി എന്ന നാമവും ആ സേവനവും ഈ നാട്ടിലെ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ആരോഗ്യം നോക്കാതെ ഓടി നടന്നൊരു വ്യക്തി അത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ആ വ്യക്തിയെ ഇനി കടത്തി വെട്ടാൻ ഒരാളിഞ്ഞ് വരത്തതുമില്ല. പിന്നെ ഇതിൻ്റെ അടിയിലും കുറേ ആളുകൾ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ ഒരു അനുസ്മരണം അല്ലെങ്കിൽ ഒരു 3 വർഷം അയാളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു ചടങ്ങിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ഓടിയെത്തും. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നേക്കുന്ന ഷാഫി പറമ്പിലെത്തിയല്ലോ,
പട്ടി ഷോ കാണിക്കാൻ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റുകൾ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഉമ്മൻചാണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ഒരു വികാരം തന്നെയാണ്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ലാതെ എല്ലാ ആളുകൾക്കും ഒരു ഉമ്മൻചാണ്ടി ഒരു തണലായിരുന്നു. എല്ലാ വ്യക്തികൾക്കും പുള്ളി ഒരു തണലായിരുന്നു അല്ലേ? അതെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പുള്ളിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ജീവിച്ച് പോയ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി ആരാണെന്ന്. ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. പുള്ളി അനുസ്മരണ ആചരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട്. പുള്ളി അനുസ്മരണമല്ല, പ്രാർത്ഥിക്കുന്നൊരു വീഡിയോ, പുള്ളിയുടെ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു വീഡിയോ ഇവിടെ ഞാൻ കണ്ടു. അതിൻ്റെ താഴെയും കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. എന്താണ്, ക്യാമറ ഒരു 10 ക്യാമറയും കൂടെ നിനക്ക് കൊണ്ടുവന്നുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഒരു 5 ക്യാമറയും കൂടെ കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കമൻറ്റ് എഴുതുന്ന ആളുകൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കമൻറ്റ് എഴുതുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുമ്പോഴത്തേക്ക്, ഒരു ഓർമ്മ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാ മാധ്യമങ്ങളും, അവിടെ നിൽക്കുന്നവരെല്ലാം മാധ്യമങ്ങൾ വരും, ചിലപ്പോൾ ഓൺലൈൻ മീഡിയാസ് വരും. സ്വാഭാവികമായിട്ട് അവരത് പകർത്തും. ക്യാമറ അവിടെ വെച്ചിട്ടായിരിക്കും അവർ വിഷ്വൽ പകർത്തുന്നത്. അപ്പം ചില ആംഗിളിൽ നിന്ന് എടുക്കുന്ന ആളുകൾ ആംഗിളിൽ നിന്ന് എടുക്കുന്ന ഷോട്ടുകൾ കാണുമ്പോഴത്തേക്ക് കുറേ ക്യാമറാസ് അവിടെ നിരന്നിരിക്കുന്നു. അതിൻ്റെ ഇപ്പുറം നിന്ന് ആ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു. അപ്പം ഇത് കാണുന്ന ഒരു ബോധവുമില്ലാത്ത, ഒരു അന്തവും ഇല്ലാത്ത ആളുകൾ കണ്ടില്ലേ? അപ്പം കുറേ 10 ക്യാമറ, അയാൾ കുറേ 10 ക്യാമറ 20 ക്യാമറയും കൂടെ മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫോട്ടോയും കൂടെ പിടിക്കാനെ ആന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അങ്ങ് ചിന്തിക്കും. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഇങ്ങനെ നെഗറ്റീവ് എന്തിനാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇത്രയും നല്ല മനോഹരമായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വേളയിൽ അവിടെയെങ്കിലും ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പും കുന്നായ്മയും നെഗറ്റീവും കൊണ്ട് ഇടാതിരുന്നൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പുറത്താക്കിയതിന് മുൻപും ശേഷവും ഉമ്മൻചാണ്ടിയുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം ഇതാ മൂന്നാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കല്ലറയിലെത്തി അന്തിമ ഉപചാരം അർപ്പിക്കുന്നു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പല ഘട്ടത്തിലും അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള വലിയ ആത്മബന്ധത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ഏതായാലും അദ്ദേഹവും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിനായി കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂട്ടവും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യത്തെ, അല്ലെങ്കിൽ ലെഗസിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ശൈലിയെ ആഘോഷിക്കുന്ന ഇന്നത്തെ ഒരു നേതൃത്വം എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ലെങ്കിലും ആഘോഷിച്ചിരുന്ന നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ആൾ കൂടിയാണ്. അയാൾ കൂടി ഇപ്പോൾ കല്ലറയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ നേതൃത്വത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാ മനുഷ്യരും കല്ലറയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 11 മണിയോടുകൂടി അനുസ്മരണ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ കൂടാതെ 12 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കല്ലറയിലേക്ക് എത്തിച്ചേരും. ഈ രാഹുലിനെ പോലെ വേട്ടയാടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടിയും. പക്ഷേ കേസ് നോക്കുവാണെങ്കിൽ 2 രീതിയിലാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഉമ്മൻചാണ്ടിയുടെ അതേപോലെ തന്നെ വേട്ടയാടൽ പെട്ടൊരു മനുഷ്യൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷാൻ സക്കറിയ അന്ന് മറുനാടൻ ചാനലിലൂടെ പുള്ളി പറഞ്ഞൊരു വാർത്തയുണ്ട് സരിത നായരെ പറ്റിയിട്ട്. ഇപ്പം പുള്ളിക്കാരിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരെക്കൂടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ ഒരു അവസരമായിട്ട്, തിരുത്താനുള്ളൊരു സമയമായിട്ട് കണ്ടാൽ മതി. കാരണം അവരെ ഇനി കുറ്റപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മരിച്ചുപോയ ഉമ്മൻചാണ്ടി ഇനി തിരിച്ചു വരുമെന്ന് ഒന്നുമല്ല. കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാണ് പുള്ളിയുടെ നിരപരാധിത്വം. അന്ന് പറഞ്ഞ് സരിതാ നായരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് ഇനി തെറ്റ് പറ്റിയെന്ന് പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു നമ്മളൊരു ഇതുണ്ടല്ലോ, നമ്മളൊരു തെറ്റ് പറ്റിപ്പോയി, അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. ആ കുടുംബത്തോട് പോയൊരു മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞ്, അല്ലെങ്കിൽ ചാണ്ടിയമ്മനെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വൈഫിനെ മറിയാമ്മനെ ഒന്ന് കണ്ട, അപ്പോൾ ആ ഒരു ഇത് അവർക്ക് അറിയിക്കാം, അവരെ മനസ്സിനുള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു അവസരമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സായൻ സെക്രട്ടറിയുടെ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം. അന്ന് പുള്ളി റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു 2-3 കൊല്ലത്തിന്, ഒരു 3 വർഷമെങ്കിലും ആയി കാണും. കണ്ടുപോകേ. നമസ്കാരം. സോളാർ വിവാദത്തിലെ നായികയായ സരിത നായർക്ക് എന്തു പറ്റി?
ഇന്നലെ പൊടുന്നനെ ഒരു വാർത്ത വൈകുന്നേരങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തുന്നു. എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ സരിതയുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന് വാർത്ത എഴുതുന്നു. ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. സരിതാ നായർക്ക് അതീവ ഗൗരവമുള്ള ചില രോഗങ്ങൾ വന്നിരിക്കുന്നു എന്ന വാർത്ത, അതേക്കുറിച്ച് ഞാൻ സരിതയോട് സംസാരിച്ച് പ്രേക്ഷകരെ കേൾപ്പിച്ചതുമാണ്. അത് വാസ്തവമാണോ? സരിതയുടെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമാണോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനിന്ന് രാവിലെ സരിതയെ ടെലിഫോണിൽ വിളിച്ചു. സരിതയുമായി ഏതാണ്ട് 10-15 മിനിറ്റോളം സംസാരിച്ചു. സരിത ആശുപത്രിയിലല്ല, ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിൽ തിരുവനന്തപുരത്തുള്ള ബന്ധു വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ചികിത്സ തുടരുകയാണ്. സരിതയുടെ അവസ്ഥ നമ്മൾ കരുതുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ്. സരിതയ്ക്ക് 1 അല്ല 4 മാരക രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. സരിതയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കയുണ്ട് എന്ന് മെഡിക്കൽ സംഘവും പറയുന്നു. ഇത്രയും ഞാൻ പറയുമ്പോൾ പലരെങ്കിലും ഹി വയ്ക്കുകയും ചിരിക്കുകയും മരണം ആശംസിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഒരാൾ മരണത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം വരുമ്പോൾ അവരൊരല്പം സഹതാപം കാട്ടുക. ആ സഹതാപം ഒരുപക്ഷെ അവരെ മാറ്റിയെന്ന് വരാം, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ടായെന്ന് വരാം, അവർ ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ അത് തിരുത്താൻ തയ്യാറായെന്ന് വരാം. അതുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരാളോടും നമ്മൾ ക്രൂരത കാട്ടരുതേ എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ വളരെ സഹതാപത്തോടു കൂടിയാണ് സരിതയോട് സംസാരിച്ചത്. സരിത ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരോട് കാട്ടിയത് അനീതിയാണെന്നും ഉമ്മൻചാണ്ടിയോട് ഒരിക്കലെങ്കിലും മാപ്പ് പറയണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സരിതയോട് ഞാൻ ഇന്നും പറഞ്ഞു, നിങ്ങൾ മരണത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞു. അവർ ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ സരിതയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അവർ ഓക്കെ, എന്തായാലും ജനനേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.